പാകിസ്ഥാൻ്റെ കൊല്ലപ്പെട്ട പ്രധാനമന്ത്രി ബേനസീർ ഭൂട്ടോ 80കളിലോ മറ്റോ ഇവിടെ അമേരിക്കയിൽ പഠിക്കാൻ വന്നപ്പോഴത്തെ കാര്യം അവർ തന്നെ എഴുതിയിട്ടുള്ളതാണ്. അവരോട് ആളുകൾ ചോദിക്കും നിങ്ങൾ എവിടെ നിന്നാണ്, ഇവർ പറയും പാകിസ്ഥാൻ. ഉടനെ ആളുകൾ ചോദിക്കും അതെവിടെയാണ്. അപ്പം അങ്ങനെ ഒരു രാജ്യത്തെപ്പറ്റി ആർക്കും അറിഞ്ഞുകൂടാ. അതിപ്പോഴും ആ സ്ഥിതിയിൽ വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. പക്ഷേ ഈ ഇടയ്ക്ക് പാകിസ്ഥാന് പെട്ടെന്നൊരു പ്രാധാന്യം കൈവന്നിരിക്കുന്നു. ഈ ഓപ്പറേഷൻ സിന്ദൂർ, നമ്മൾ കാര്യം ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിച്ചതാണെന്ന് പറഞ്ഞാലും ആ യുദ്ധം അവസാനിപ്പിച്ചത് തൻ്റെ ശ്രമഫലമായിട്ടാണെന്നാണ് പ്രസിഡന്റ് ട്രംപ് അവകാശപ്പെടുന്നത്. പലതവണ അദ്ദേഹം അത് അവകാശപ്പെട്ടു. ഇന്ത്യ പറയുന്ന അങ്ങനെ മൂന്നാമതൊരു കക്ഷിയും അതിലിടപെടാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല, അങ്ങനെ മൂന്നാമതാരുടെയും താല്പര്യം പ്രമാണിച്ചല്ല അത് വെടിനിർത്തലുണ്ടായത്, ഈ പാകിസ്ഥാനുമായിട്ട് നേരിട്ട് ഇടപെട്ടാണ് ഇതെല്ലാം തീർത്തതെന്ന് ട്രംപ് ആവർത്തിച്ച് പറയുകയും അത് നോബൽ സമ്മാനത്തിന് അർഹമായ ഒരു കാര്യമാണെന്ന് അവകാശപ്പെടുകയൊക്കെ ചെയ്തതാണ്. അപ്പോൾ ഇന്ത്യ അത് നിഷേധിച്ചുകൊണ്ടിരുന്നു. വസ്തുത പറഞ്ഞാൽ ഇന്ത്യയും അത് അംഗീകരിക്കേണ്ടതായിരുന്നു. കാരണം ഈ പ്രസിഡന്റ് ട്രംപ് ഇടപെട്ടതുകൊണ്ടായിരിക്കും അത് തീർന്നത്. ഇന്ത്യയുമായിട്ട് ഇടപെട്ടിട്ടില്ലായിരിക്കും, പക്ഷേ പാകിസ്ഥാനുമായിട്ട് ഇടപെട്ടിട്ടുണ്ട്. അവർക്ക് വാഗ്ദാനങ്ങളോ കാര്യങ്ങളോ ഒക്കെ കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെയാണ് പിന്നീട് നമ്മൾ മനസ്സിലാവുകയും ചെയ്യുന്നത്. പാകിസ്ഥാനുമായിട്ട് അതിനുശേഷം ട്രംപും പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധം അത്യന്തം ഊഷ്മളമായി മാറി. അത് പ്രത്യേകിച്ച് അവിടുത്തെ പട്ടാള മേധാവി ആസിം മുനീർ, ഫീൽഡ് മാർഷൽ ആസിം മുനീറും പ്രസിഡന്റ് ട്രംപും തമ്മിൽ വലിയ ചങ്ങാതിമാരായി മാറുന്ന കാഴ്ച. അത് ഈ ക്രിപ്റ്റോ കറൻസി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൊക്കെയുള്ള ബന്ധങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. എങ്ങനെയായാലും അത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം പെട്ടെന്നങ്ങ് ഊഷ്മളമായി. അപ്പോൾ ഇന്ത്യ ഇങ്ങനെ നമ്മൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതി വന്നു. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഈ ഇറാൻ ചർച്ച ഇസ്ലാമാബാദിൽ വെച്ച് നടക്കുന്നത്. അപ്പോൾ അത് നടക്കാനായിട്ട് ഈ പ്രസിഡന്റ് ട്രംപ് തന്നെയാണ് പാകിസ്ഥാനോട് ഇതിന് ഇടനിലക്കാരായി വരാനായിട്ട് ആവശ്യപ്പെട്ടതെന്നാണ് ഇപ്പോൾ പറയുന്നത്. ആയിരിക്കാം എങ്ങനെയായാലും. അപ്പോൾ ആ ചർച്ച അലസിപ്പോയി. അവിടെ വെച്ച് കാര്യമായിട്ടൊന്നും സംഭവിച്ചില്ല. പക്ഷേ ഇപ്പോഴിതാ കേൾക്കുന്നു, ഇന്നിപ്പോൾ പ്രസിഡന്റ് ട്രംപിൻ്റെ പുതിയ സന്ദേശം, അതായത് 2 ദിവസത്തിനകം വീണ്ടും ചർച്ച നടക്കും. അത് ഇസ്ലാമാബാദിൽ തന്നെ ചർച്ച നടക്കുമെന്നാണ് പറയുന്നത് ഇറാനുമായിട്ട്. അത് വലിയൊരു കാര്യവും വലിയൊരു മാറ്റവുമാണ്. അതിൻ്റെ കാരണക്കാരൻ ഈ ആസിം മുനീറാണ്, ഫീൽഡ് മാർഷൽ ആസിം മുനീറാണ്. അദ്ദേഹം ഒരു ഫണ്ടാസ്റ്റിക് മാനാണ്. അങ്ങനെ ഒരു ഭയങ്കരനായ ഒരു മനുഷ്യൻ, അങ്ങേരുടെ ഒരു കഴിവുകൊണ്ടാണ് വീണ്ടും ചർച്ച നടക്കുന്നതെന്നാണ് പറയുന്നത്. ആയിരിക്കാം, അല്ലാതെ നമുക്ക് പറയാൻ പറ്റില്ല. അത്ര പ്രഗത്ഭനായ ഒരു വ്യക്തി ആയിരിക്കാം. എങ്ങനെയായിരുന്നാലും ചർച്ച നടക്കുകയും ഈ ഇറാൻ പ്രശ്നത്തിനൊരു തീർപ്പുണ്ടാവുകയാണ് നമുക്ക് വേണ്ടത്. നമുക്ക് ഇടപെട്ടു എന്നല്ല. നമുക്ക് ഈ നേഴ്സിംഗ് സമരത്തിൽ ചിലർ പറയുന്നുണ്ട്, ജാസ്മിൻ ഷാ അദ്ദേഹം മുസ്ലിം താല്പര്യത്തിന് വേണ്ടിയാണ് ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിൻ്റെ അവിടെയെല്ലാം പോയി സമരം ചെയ്യുന്നതെന്ന്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞൊരു വീഡിയോയിൽ പറയുന്നത്, അതിപ്പം ജാസ്മിൻ ഷാ അല്ല ബിൻ ലാഡൻ ആണെങ്കിലും പറയുന്ന കാര്യം ന്യായമാണെന്നാണ് നമ്മൾ നോക്കേണ്ടത്. അവിടെ ആര് പറയുന്നു എന്നുള്ളത് പ്രസക്തമായ കാര്യമല്ല. അതേസമയം തന്നെ ഈ ക്രൈസ്തവ മാനേജ്മെൻറ്റിൻ്റെ ആശുപത്രികൾ മാത്രമേ സമരമുള്ളൂ. നേരെ ഈ അമൃത ആശുപത്രിയിലോ മറ്റോ സമരമൊന്നുമില്ല. കാരണം അവിടെ അടി കിട്ടുന്നൊരു പശ്ചാത്തലമുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ എല്ലായിടത്തുമുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ആസിം മുനീർ ആരായാലും ഈ പ്രശ്നം തീരാൻ കഴിഞ്ഞാൽ കുറഞ്ഞപക്ഷം വീണ്ടും ഒരു ചർച്ച നടക്കുന്നു എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ് ഈ സമയത്ത്. ഇപ്പം അമേരിക്ക പോയി ഹോർമൂസ് കടലിടുക്ക് അടച്ചു. അതിലൂടെ കപ്പലുകൾ ഇപ്പം 2-3 കപ്പലുകൾ പോയി എന്നാണ് പറയുന്നത്. ചൈനയുടെയും മറ്റും കപ്പലുകൾ അത് അമേരിക്ക സമ്മതിച്ചിട്ട് പറഞ്ഞു വിട്ടു. പക്ഷേ ഇറാനിലേക്ക് കപ്പലുകൾ വരാൻ പറ്റില്ല, ഇറാനിൽ നിന്ന് കപ്പലുകൾ പോകാൻ പറ്റില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇറാനിൻ്റെ സമ്പദ്ഘടന തന്നെ പൂർണ്ണമായിട്ടും തകരും. എണ്ണ വിൽക്കാനൊന്നും പറ്റില്ല. എണ്ണ വിൽക്കാനോ അല്ലെങ്കിൽ ആയുധങ്ങൾ കൊണ്ടുവരാനോ ഒന്നും പറ്റാത്ത ഒരവസ്ഥ വരും. അപ്പം വലിയ തിരിച്ചടികളും വലിയ പ്രശ്നങ്ങളും വരുമെന്ന് അവർക്കും മനസ്സിലാവുന്ന ഒരു സ്ഥിതിയുണ്ട്. അപ്പോൾ ആ ഒരവസ്ഥയിൽ ഒരുപക്ഷെ ഈ ചർച്ച വലിയൊരു മാറ്റത്തിന് വലിയൊരു പ്രശ്നപരിഹാരത്തിന് ഉപകരിച്ചുവെങ്കിൽ എത്രയോ നല്ലതാണ്. നമുക്ക് ഈ ലോകം എങ്ങനെയെങ്കിലും ഈ കുറേ കാലമായിട്ട് നടക്കുന്ന ഈ യുദ്ധങ്ങൾ, യുക്രൈനിലെ യുദ്ധം, ഗാസയിൽ, ഹിസ്ബുള്ളയ്ക്കെതിരെ, ഹൂതികൾക്കെതിരെ, ഇപ്പോൾ ഇറാനെതിരെ, ഇവിടെ വെനസ്വേലയ്ക്കെതിരെ, ഇങ്ങനെ ഇതെല്ലാം കേട്ട് നമ്മളൊക്കെ മടുത്തതാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഒരു നല്ല വാർത്തയായിട്ട് ഇത് കിട്ടുന്നത്. അതിന് നല്ല വാർത്ത തരുന്നത് ആസിം മുനീറല്ല, ആരായാലും നമുക്ക് പ്രശ്നമില്ല. ആ വാർത്ത നല്ലതായാൽ മതി. കാരണം മനുഷ്യരാശിയെ മൊത്തം ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ട്രംപും ആ നിലപാടിൽ ഒരു അയവ് വരുത്തുന്നു, അല്ലെ മാറ്റം വരുത്തുന്നു എന്നുള്ളത് വലിയൊരു സംഗതി തന്നെ. അതേസമയം തന്നെ അമേരിക്കയിലെ രാഷ്ട്രീയ രംഗത്ത് വലിയ പ്രശ്നങ്ങളുണ്ട്. ഇപ്പം പ്രസിഡന്റ് ട്രംപ് ന്യൂയോർക്ക് ടൈംസിനെയൊക്കെ കടുത്ത ഭാഷയിലാണ് ആക്ഷേപിക്കുന്നത്. ഈ ഇറാനെയൊക്കെ ഒരു വിധത്തിൽ ശരിപ്പെടുത്തിയെന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. എന്നാൽ അവിടെ
ശരിപ്പെടുത്തിയിട്ടൊന്നുമില്ല. ഇറാൻ ഇപ്പോൾ ഒരു ശക്തിയായിട്ട് നിൽക്കുന്നു. ഇവർ ഈ പറയുന്ന കാര്യങ്ങളൊന്നും അവിടെ നടന്നിട്ടില്ല. ആ രീതിയിലാണ് ഈ ന്യൂയോർക്ക് ടൈംസും മറ്റും റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് പിന്നെ ശുദ്ധ നുണയാണ്, തെറ്റാണെന്നൊക്കെയാണ് പിന്നെ പ്രസിഡന്റ് പറയുന്നത്. ഇപ്പം നമ്മൾ PC ജോർജ് ദീപിക പത്രത്തെ പറ്റിയൊക്കെ ആക്ഷേപം ഉന്നയിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. അപ്പോൾ പത്രങ്ങളുടെ മേൽ അധികാരി വർഗം എപ്പോഴും അവരുടെ ദേഷ്യവും മരിച്ചവും തീർക്കുന്ന ഒരു സ്ഥാപനമാണ് പത്രങ്ങൾ. അപ്പോൾ അത് ഇപ്പോൾ കേരളത്തിലായാലും അമേരിക്കയിലായാലും അതിന് ഒരു വ്യത്യാസമില്ല. അപ്പോൾ ആ അധികാരികൾക്ക് ദേഷ്യം വരുന്നുണ്ടെങ്കിൽ ആ പത്രപ്രവർത്തനം കുറച്ച് വാലിഡായിരിക്കും, കുറച്ച് സാധുവായ പ്രവർത്തനമായിരിക്കാം അവർ നടത്തുന്നത് എന്ന് തോന്നുന്നു. എന്തായാലും ഈ ഇറാൻ യുദ്ധത്തിനൊരു പരിഹാരം കാണുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അടിയന്തരമായൊരു കാര്യം. അതിനൊരു അന്ത്യം കാണുക. ഇറാനിലുള്ളവർക്കാണ് സുബോധം വരേണ്ടത്. അവർക്കിപ്പം അണ്വായുധത്തിൻ്റെ ഒരു ആവശ്യവുമില്ല. അതിന് മാത്രം ഒരു വലിയ വൻശക്തിയൊന്നുമല്ല അവർ. അതിന് മാത്രം വലിയ എതിരാളികൾ അവർക്ക് ഇല്ലതാനും. ആ പടയുള്ളത് ഇത്തിരി പോകുന്ന പിന്നെ ഇസ്രായേലാണുള്ളത്. അവരുമായിട്ടൊരു നല്ല ബന്ധം സ്ഥാപിച്ചാൽ തീരാവുന്നേ ഉള്ളൂ ആ പ്രശ്നങ്ങൾ മുഴുവനും തന്നെ. ഇപ്പം തന്നെ പിന്നെ ഈജിപ്ത് അടക്കം മറ്റ് രാജ്യങ്ങളെല്ലാം ഒരു നല്ല ബന്ധം സ്ഥാപിച്ചു. പ്രശ്നങ്ങൾ അവിടെ തീരുകയാണ് ചെയ്യുന്നത്. ഇറാനും അത്രയും ആവുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ആ പ്രശ്നം തീർന്നു പോകാവുന്നേ ഉള്ളൂ. നേരെ മറിച്ച് ഇപ്പോൾ ഇന്ത്യക്ക് അണുവായുധം എന്ന് പറഞ്ഞാൽ ഇന്ത്യ, ചൈനയുണ്ട്, പാകിസ്ഥാനുണ്ട്, അങ്ങനെയുള്ള ശത്രുരാജ്യങ്ങളുണ്ട്. പിന്നെ നേരെ മറിച്ച് പിന്നെ ഈ ഇറാൻ ആപ്പാടെ ഈ ഇസ്രായേൽ മാത്രമാണുള്ളത്, മറ്റ് രാജ്യങ്ങളൊന്നുമില്ല. അപ്പോൾ ആ ഇസ്രായേലിന് അണുവായുധമുണ്ട് എന്ന് പറയുന്നു. പിന്നെ ഒരുപക്ഷെ ഉണ്ടായിരിക്കാം, അതിനെ എതിർക്കാൻ വേണ്ടിയാണെന്നും പറയാം. പക്ഷേ എങ്ങനെയായാലും പിന്നെ ഈ ഇസ്രായേലിൻ്റെ മേലും മറ്റും എപ്പോഴും ഒരു നിയന്ത്രണമുണ്ട് അമേരിക്കയുടെ. നേരെ മറിച്ച് ഇറാൻ്റെ മേലിൽ അങ്ങനെ ഒരു നിയന്ത്രണമില്ല. അപ്പോൾ അങ്ങനെ ഒരു രാജ്യത്ത് അണ്വായുധം കൂടി വന്നു കഴിഞ്ഞാലത്തെ സ്ഥിതി എന്താവും? എന്തായാലും നല്ലൊരു വാർത്ത വരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, ആശംസിക്കാം.